ഇവന്റെ ബോഡിയിൽ മുഴുവൻ മൊബൈൽ ഫോൺ വെച്ച് ചുറ്റുന്നു. അതുമാത്രമല്ല അവൻ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളിലും മൊബൈൽ ഒളിപ്പിക്കുന്നു. പക്ഷെ ഇതുമായി ബന്ധമില്ലാത്ത രീതിയിൽ അവന്റെ കയ്യിൽ ഒരു കുക്കി ബോക്സും കൊടുത്തയക്കുന്നു. ചെക്ക് പോസ്റ്റിൽ ആരും സംശയിക്കാതിരിക്കാനാണ് അത് കൊടുത്തതെന്ന് വിചാരിച്ച് ജിമ്മി അതും കൊണ്ടുപോകുന്നു. അതേസമയം ഇവനിത് ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് ഭയങ്കരമായി പേടി തോന്നുന്നു. അപ്പോൾ ബോർഡർ ഓഫീസർ അവന്റെ ഫേസ് കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവന്റെ വണ്ടി പരിശോധിക്കാൻ പറയുന്നു. അത് കണ്ട് ഷോക്കായ ജിമ്മി വേഗം തന്നെ കുക്കി ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ച് വണ്ടിയിലുള്ളതെല്ലാം കുക്കീസ് ആണെന്ന് പറയുന്നു. അത് മാത്രമല്ല ഒരു സിഗരറ്റ് പാക്കറ്റിനകത്ത് ക്യാഷ് വെച്ച് ആ ഓഫീസറിന് കൊടുക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഓഫീസർ കാശിനു വേണ്ടിയാണ് ഇത്രയും നാടകം കളിച്ചത്. അയാൾ കാശ് കണ്ടതും ചിരിച്ചുകൊണ്ട് ജിമ്മിയെ പോകാൻ പറയുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് മൗണ്ടൻസിലെത്തിയതും ജിമ്മിയുടെ പാർട്ണർ അവൻ കൊണ്ടുവന്ന മൊബൈൽ എല്ലാം കളക്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ ആ കാറിനകത്ത് ജിമ്മി അറിയാത്ത സ്ഥലത്ത് വരെ മൊബൈൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം വിൽക്കുമ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ഡോളേഴ്സ് കിട്ടും. പക്ഷെ ജിമ്മിയുടെ പാർട്ണർ ആ കുക്കി ബോക്സിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം ഇതിനേക്കാളെല്ലാം ആ കുക്കി ബോക്സിനാണ് മൂല്യം കൂടുതൽ. ജിമ്മിയുടെ പാർട്ണർ കുക്കീസിന്റെ നടുവിലുള്ള ഫില്ലിങ്സ് ഇളക്കിയെടുത്ത് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് മെൽറ്റാക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് നിറയെ സ്വർണ്ണമുത്തുകൾ ഒളിപ്പിച്ചിരിക്കുന്നു. ആക്ച്വലി ജിമ്മിയും അവന്റെ ആളുകളും ഈ സാധനങ്ങളെല്ലാം മൗണ്ടൻസിലുള്ള കള്ളക്കടത്തുകാർക്കായാണ് കൊണ്ടുവരുന്നത്. കാരണം മിലിറ്ററിയുടെ ചെക്കിംഗ് കാരണം അവർക്ക് മൗണ്ടൻസിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അവരുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും അത് വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ജിമ്മിയെ പോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഇവർക്ക് ആവശ്യമുള്ളത്. അതേസമയം റിസ്കിനനുസരിച്ച് അവർ കൊണ്ടുപോകുന്ന ഓരോ സാധനത്തിന്റെ വിലയും പല മടങ്ങ് കൂടുതലായിരിക്കും. എന്നാലും കള്ളക്കടത്തുകാർക്ക് അത് വാങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരില്ലെങ്കിൽ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. ജിമ്മിയുടെ ആദ്യത്തെ വർക്കിൽ നിന്ന് തന്നെ അവന് ഒത്തിരി കാശ് കിട്ടുന്നു. പക്ഷെ എല്ലാ ദിവസവും ചെക്കിംഗ് ഒരുപോലെ ആയിരിക്കില്ലെന്ന് അപ്പോൾ അവൻ അറിയില്ല. ഒരു ദിവസം ഒരു ഓഫീസർ അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടും ഗുഡ്സ് പരിശോധിക്കുന്നതിനായി പോകുന്നു. അപ്പോൾ അത് കണ്ട് ഷോക്കായ ജിമ്മി അയാൾക്ക് കൂടുതൽ കാശ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ അവന്റെ ആ നീക്കം അവനെ വലിയൊരു പ്രശ്നത്തിലാക്കുന്നു. നോക്കുമ്പോൾ അവൻ തോക്കെടുക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് എല്ലാ സോൾജിയേഴ്സും അവനെ വളയുന്നു.